ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്ഡേറ്റ്സ് ആണ്. എക്സ്ക്ലൂസീവ് പണ്ടത്തെ ഒരു എക്സ്ക്ലൂസീവ് ഉണ്ടല്ലോ, അതുപോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു. ഈ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ അതിന് എപ്പോഴാ കേട്ടാലും നമുക്ക് കിട്ടിയതാണല്ലോ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അതാണ് നമുക്ക് ഓർമ്മ വരിക. എക്സ്ക്ലൂസീവ്. അയ്യോ, അതായത് എമ്പുരാൻ സിനിമയിൽ ലാലേട്ടൻ്റെ കൂടെ ഒന്നെങ്കിൽ മമ്മൂക്ക, അല്ലെങ്കിൽ കമൽ ഹാസൻ, അല്ലെങ്കിൽ രജനികാന്ത്. എന്തായിരുന്നു ആ എക്സ്ക്ലൂസീവ്? അതിന്റെ തട്ടെന്നും താന്നിരിക്കട്ടോ. അത്ര സത്യം. പക്ഷെ അതിനകത്ത് എന്താ അറിയോ, ആ എക്സ്ക്ലൂസീവ് അങ്ങോട്ട് പുറത്ത് പറയുമ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടല്ലോ. വീഡിയോ എടുത്ത് ഇപ്പൊ കാണുമ്പോൾ ഇത് എന്തൊരു ഉറപ്പിന്റെ പുറത്ത് ഇങ്ങനെ പറഞ്ഞേന്ന് ഓർത്തു. അത് ഓർക്കുന്ന ഓർമ്മ, എനിക്ക് ഓർമ്മയുണ്ട്. കാരണല്ലേ? ആ ഉണ്ട്. പറ്റിക്കപ്പെട്ടു, അതവിടെ ഇരിക്കട്ടെ. അത് നല്ല ഒന്നാന്തരം പറ്റിക്കലാ പറ്റിച്ചത്. അല്ല, സിനിമയല്ലേ, പറ്റിക്കപ്പെട്ടേക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളിലും ഇത് ഉറപ്പ് പറയണമെങ്കിൽ ഇത് സംഭവിക്കണം. അതിനു മുമ്പ് പല ഡിസ്കഷൻ പോയിട്ടുണ്ടാവാം, പല പ്ലാനിങ് ഉണ്ടായേക്കാം, ലാസ്റ്റ് ഘട്ടത്തിൽ അത് മാറ്റിയേക്കാം. ഇതൊക്കെ തന്നെയാണ് സിനിമ. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഏതാണ്ട് ധാരണയുള്ള, ഏതാണ്ട് ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും അതുപോലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകണം. ഇതുവരെ പുറത്തു വരാത്ത ചില രഹസ്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സിനിമകളെ കുറിച്ച് ആദ്യം എവിടെ നിന്ന് പിടിക്കണം? തമിഴ് തന്നെ പിടിക്കാം. തമിഴിൽ നിന്ന് ഒരു വലിയ എക്സ്ക്ലൂസീവ് സംഭവമുണ്ട്. ഇത് എവിടെയെങ്കിലും പുറത്ത് വന്നോന്നുള്ള അറിഞ്ഞൂടാ. ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, അറിയാമായിരിക്കും അല്ലേ. ഈ എക്സ്ക്ലൂസീവ് കൊടുത്തു വിടുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ കുറച്ച് പേര് ഇതറിയും, അതെന്താണെങ്കിലും അറിയും. പിന്നെ ഇതിലുള്ള ഒരു വിശ്വാസം നമുക്കൊരു 60% ഉള്ളൂ. അവിടെ ഇരിക്കട്ടെ. അതായത് സൂര്യ 47 ജിത്തു മാധവൻ എടുക്കുന്ന സൂര്യ മൂവിയിൽ വില്ലനായിട്ടായിരിക്കും നസ്ലം വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള വില്ലൻ. പിന്നെ ആ വില്ലൻ്റെ ഒരു പ്രത്യേകത ഒരു ബ്രൂട്ടലായിട്ടുള്ള സീരിയൽ കില്ലർ ആണെന്നുള്ളതാണ് കേട്ടത്. ഈ റോള് നസ്ലനാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതെ. എന്നിട്ട് ഈ ക്യാരക്ടറിൻ്റെ എന്തോ ഒരു പരിപാടി കാരണം നമ്മുടെ സൂര്യയുടെ ഒരു കണ്ണ് നഷ്ടപ്പെടും. അതായത് നമ്മൾ പോലീസ് ലുക്കിൽ സൂര്യ ആദ്യം കണ്ടില്ലേ, ആ ലുക്ക് പിന്നീടില്ല. ശേഷം ആളിപ്പോൾ കാണുന്ന ലുക്കില്ലേ, മുട്ടിയൊക്കെ വളർത്തിയിട്ടില്ലേ, ആ ലുക്കിലാണ് ആള് കൂടുതലായിട്ടുള്ളത്. ഒറ്റക്കണ്ണാണ്. അത് ശരിക്കും ഉള്ളതാണ്, ഫേക്ക് അല്ല. ശരിക്കും ഒരു കണ്ണ് പോകും. എന്നിട്ട് ആള് പോലീസിൽ നിന്ന് പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് ഇതേ കേസ് അന്വേഷിക്കുന്നതോ അതിൻ്റെ തുടർച്ചയായിട്ട് സംഭവിക്കുന്ന മറ്റെന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണ് പരിപാടി. ഇങ്ങനെയൊക്കെ സംഭവങ്ങളാണെന്നാണ് കേൾക്കുന്നത്, കിട്ടിയിരിക്കുന്ന ന്യൂസ്. അതെ, ഇനി അറിഞ്ഞൂടാ എന്തുമാത്രം സത്യമാണ് എന്നുള്ളത്. ഒരു കൊറിയൻ മൂവി ഉണ്ട്, അതിൻ്റെ ഇൻസ്പിറേഷൻ ആണെന്നുള്ളതാണ് കേട്ടത് കേട്ടോ. അടുത്തത് പോരട്ടെ, നോക്കട്ടെ കേട്ടോ. വലുതായതുകൊണ്ട് ഓർത്തിരിക്കുന്നില്ല. കുഴപ്പമില്ല, എക്സ്ക്ലൂസീവ് അല്ലേ, അപ്പൊ അങ്ങനെ നോക്കി തന്നെ പറയണം. ചെറിയൊരു ഭയം ഉണ്ട് പറയാൻ. അടുത്തത് നമ്മുടെ വാഴ സിനിമയുടെ എഴുത്തുകാരൻ വിപിൻ ദാസ് സന്തോഷ് ട്രോഫി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആളൊരുക്കുന്ന സിനിമ, അതിൽ നായകൻ അതൊരു മുതലാണ്. അതായത് നിവിൻ പോളി ആയിരിക്കും നായകൻ. നിവിൻ പോളിയും വിപിൻ ദാസും ഒരുമിക്കുന്നു. സിനിമേന്റെ പ്രൊമോ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത് കേട്ടോ. പിന്നെ അതിന്റെ ടൈറ്റില്, അതിന്റെ പ്രൊമോ ഉടൻ പുറത്തു വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ടൈറ്റിൽ പ്രൊമോ ഷൂട്ട് കേട്ടോ, കംപ്ലീറ്റ് ആയത്. പ്രൊമോ ഷൂട്ട് സിനിമയുടെ അല്ല, അത് പറയുമ്പോഴേ സിനിമയുടെ ടൈറ്റില് എന്തോ പച്ചക്കറി, എന്തൊരു പച്ചക്കറിയുടെ പേരാണ്. ഓക്കെ, പറയണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് അങ്ങനത്തെ പരിപാടി നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ്. അതെ, അപ്പോൾ അങ്ങനെ സാധനമാണ്. പിന്നെ ഇത് 1, 2, 3 ഭാഗങ്ങളിലായിട്ടായിരിക്കും വരിക. 1 എന്നുള്ളത് അവിടെ വലിയ കാര്യമല്ല, പക്ഷേ സിനിമ വന്നതിന് ശേഷം വളരെ മോശം അഭിപ്രായം വരുമ്പോൾ അത് അവിടെ ഒന്നിൽ നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. അതെ, പക്ഷേ ഇതിൻ്റെ സാധ്യത എന്തായാലും 2 ഉണ്ടാവും. അതിനുശേഷം 3, 4 ഒക്കെ വരാനുള്ള സാധ്യതയുള്ള സിനിമയാണെന്നാണ് കേട്ടത്. പേരും ഭയങ്കര രസമായിട്ടുള്ള പേരാട്ടോ. അതെ, നല്ല രസമായിട്ടുള്ള പേരാ. അതെ, നിൽക്കൂല, ലാസ്റ്റ് ഇല്ലാതാവും, ശൂന്യതയിലേക്ക് ഇല്ലാതാവും. അങ്ങനെയാണത്. ഓക്കെ, അടുത്തത് ലാലേട്ടൻ ജൂഡ് ആന്റണി ജോസഫ്. തുടക്കം അല്ല, അതിനുശേഷം. അതായത് ഈ തുടക്കം എന്ന സിനിമ ഉണ്ടല്ലോ, ഇപ്പോൾ വിസ്മയ മോഹൻലാലിനെ വെച്ചിട്ടുള്ള ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിനിമ ഓണത്തിന് റിലീസായിട്ട് വരുമെന്നുള്ളതാണ് കേൾക്കുന്നത്. അതിലൊരു ചെറിയ വേഷം നമ്മുടെ ലാലേട്ടൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ തുടക്കമാണ്. അതെ, ജൂഡുമായിട്ട് ഒരുമിക്കുന്നതിൻ്റെ മറ്റൊരു തുടക്കം. അതെ,
അതാണ്, അതായത് തുടക്കത്തില് ചെറിയ വേഷമല്ല കേട്ടോ, അത്യാവശ്യം എക്സ്റ്റൻഡ് ക്യാമിയോ തന്നെയാണ്. അത് അതിനുശേഷം വലിയൊരു സിനിമ വരുന്നു, രണ്ടുപേരും ഒരുമിക്കുന്നത്. ഓക്കെ, സ്ക്രിപ്റ്റ് ജൂഡ് തന്നെയാണെന്നുള്ളതാണ് കേൾക്കുന്നത്. ബ്രഹ്മാണ്ഡ സിനിമയാണെന്നുള്ളതാണ്. ബിഗ് ബഡ്ജറ്റ് മൂവി. അടുത്തത് ലാലേട്ടൻ ബ്ലസ്സി മൂവിയില്ലേ, അതിനെ കുറിച്ച് ഇത് ചിലർക്കൊക്കെ അറിയാം. നമ്മളൊരു കീഴ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ലാലേട്ടൻ്റെ ക്യാരക്ടർ ഒരു സീരിയൽ കില്ലർ ആയിരിക്കും, സൈക്കോ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ആദ്യമായിട്ടായിരിക്കും ലാലേട്ടൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അതായത് ഒരു വാർഡൻ, ഹോസ്റ്റൽ വാർഡൻ, ആള് സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറേ സ്ത്രീകളെ കൊല്ലുന്ന ഒരു ക്യാരക്ടറാണെന്നുള്ളതാണ് കേട്ടത്. ഓക്കെ, ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അല്ലാതെ ആള് ഇതേപോലത്തെ സാധനം ചെയ്തിട്ടുണ്ട് കേട്ടോ. സതയൊക്കെ കൊലപാതകം ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ സീരിയൽ കില്ലറായിട്ട് ആളിങ്ങനെ ഇപ്പം നമ്മുടെ ഒരു സോ കോൾഡ് സീരിയൽ കില്ലർ ഉണ്ടല്ലോ, ആ പരിപാടി മറ്റൊരു രീതിയിൽ. അതെ, അങ്ങനത്തെ ഒരു സാധനം വന്നിട്ടില്ല. അതെ, അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ബ്ലസ്സി ഒരുക്കുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. നോക്കാം. അപ്പം പക്കാ വില്ലൻ. അടുത്തത് പോരട്ടെ, ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് മമ്മൂക്ക മൂവി. അതൊരു സംഭവം തന്നെയായിരിക്കും കേട്ടോ. ഖാലിദ് റഹ്മാൻ ചെയ്യുമെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തതായിരുന്നു, പക്ഷെ അത് തെന്നി മാറിപ്പോയിട്ടുണ്ടെങ്കിലും അത് അവിടെ തന്നെ ഉണ്ട്. അവിടെ വൻ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മമ്മൂക്ക ക്യൂബ്സ് മൂവി വരും. അതിന്റെ ചർച്ചകൾ വളരെ വലുതായിട്ട് നടക്കുന്നതാണ് കേൾക്കുന്നത്. വലിയ സംവിധായകൻ, വലിയ സിനിമ. അതെ, അതിന്റെ വരും കാലങ്ങളിൽ അതിന്റെ കാര്യങ്ങൾ പുറത്തു വരും. തീർച്ചയായിട്ടും നമ്മൾ ഞെട്ടിക്കും. ഓക്കെ, അടുത്തത് നിവിൻ പോളി അൽഫോൺസ് പുത്രൻ മൂവി. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ വാഴ 2 ഹിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അതിനകത്ത് ആള് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആള് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അതില് നിവിൻ പോളി മൂവി പുതിയൊരു പരിപാടി, അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്നു, സ്ക്രിപ്റ്റിംഗ് നടക്കുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു. എന്നാൽ നമ്മൾ അറിഞ്ഞത് ഇതിൽ നിവിൻ പോളി ചെയ്യുന്ന കഥാപാത്രം ബൈക്ക് റൈസർ ആയിരിക്കും എന്നാണ്. അതിനു വേണ്ടിയിട്ട് ആള് കുറച്ച് എഫേർട്ട് എടുക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതായത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ പോകുന്നു. അത് ഹെൽത്തിന് വേണ്ടിയിട്ട് ആൾ എന്നിട്ട് കുറച്ച് ഒന്ന് ഫിറ്റ് ആവും, സ്ലിം ആവും, ശേഷം ജോയിൻ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. അതുപോലെ അങ്ങനെ വരട്ടെ. ഓരോ സിനിമയ്ക്കും വേണ്ടി ഓരോ മോഡിൽ വരൂ. അല്ലേ, അതല്ലേ വേണ്ടത്. തീർച്ചയായും. അടുത്തത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് പ്രണവ് മോഹൻലാൽ മൂവി. അതായത് കാട്ടാളൻ എന്ന സിനിമയ്ക്ക് ശേഷം അടുത്ത ക്യൂബ്സിന്റെ സിനിമ അത് പ്രണവ് മോഹൻലാലിന്റെ സിനിമയായിരിക്കും. പ്രണവ് നായകനാവുന്ന സിനിമ. അതെ, ഇത് മാർക്കോ പോലത്തെ മാരക ആക്ഷൻ സിനിമയായിരിക്കും. അത് പ്രണവ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇതുവരെ പ്രണവിന്റെ കാണാത്ത തരത്തിലുള്ള ആക്ഷൻ സിനിമയായിരിക്കും. പിന്നെ ഇതിന്റെ ചർച്ച നടക്കുന്നു, ഏതാണ്ട് കൺഫേം ആയെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ അതിന്റെ സംവിധായകൻ, അതായത് മാർക്കോ സിനിമയുടെ അസോസിയേറ്റ് ആണെന്നുള്ളതാണ് കേട്ടത്. അപ്പോൾ പിന്നെ മാർക്കോ ടച്ച് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊന്ന്, ഇതിൽ സാക്ഷാൽ മോഹൻലാൽ ഒരു കാമ്യ വേഷത്തിലുണ്ടാവുമെന്നാണ് കേട്ടത്. പിന്നെ മകളുടെ ഒപ്പം കാമ്യ ചെയ്തില്ലേ, പിന്നെ മകന്റെ ഒപ്പം ചെയ്യണ്ടേ? ഇങ്ങനത്തെ ഒരു സിനിമയിൽ വന്ന് ചെയ്യണം. ക്യൂബ്സിന്റെ സിനിമയിൽ ലാലേട്ടൻ എന്തൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഏതാണ്ട് കൺഫേം ആണെന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. ഈ ഇത്രയും പറഞ്ഞ ന്യൂസുകളൊക്കെ ഏകദേശം ഒരു 80% കറക്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ് കേട്ടോ. നമ്മൾ ചുമ്മാ ആദ്യം എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞാണ്. ഇതൊക്കെ ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. പറഞ്ഞതിനകത്ത് അങ്ങോട്ടും ഒന്ന് മാറും. അതാണല്ലോ സിനിമ. 2 കൈ ഇങ്ങനെ കാണിച്ചു പോകണം, ഒരുമിച്ച് ഇങ്ങനെ കാണിക്കും. അപ്പൊ എന്താണെങ്കിലും അടിപൊളി സിനിമകളാണ്, അടിപൊളി അപ്ഡേറ്റ്സുകളാണ്. ഇതേപോലെ തന്നെ എല്ലാം വരട്ടെ, കാത്തിരിക്കുകയാണ്. ക്യൂബ്സിന്റെ 3 സിനിമകളാട്ടോ. കാട്ടാളൻ ഓൾറെഡി റിലീസ് ഡേറ്റ് മാറ്റിയെന്നാണ് കേൾക്കുന്നത്. 28 മെയ് 28 സിനിമ വരുന്നത് കേട്ടോ. ഇതും ഭയങ്കര ഇതാണ്. ഇതുവരെ പുറത്തു വരാത്ത ന്യൂസ് അല്ലേ ഇത്? മെയ് 28 വന്നോ? ഡേറ്റ് വന്നോ? മറ്റേ ഹോംബാലയ്ക്ക് കൊടുത്തതിന്റെ അകത്തല്ലേ? അല്ലാതെ അതിന്റെ റൂമറായിട്ട് വന്നു. റൂമറായിട്ട്? അതാ ഞാൻ പറഞ്ഞു, ഒഫീഷ്യലായിട്ട് പുറത്ത് വന്നിട്ടില്ലല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളിപ്പോ മറ്റേ പറഞ്ഞ കാര്യങ്ങളില്ലേ, റൂമറായിട്ട് പോലും വരാത്തത്. അതൊക്കെ എക്സ്ക്ലൂസീവ് ഇവിടുന്നാണ് കുറച്ചൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടാവുക. സൂര്യ 47 ഉണ്ടാവും, പിന്നെ ബ്ലസ്സി ലാലേട്ടൻ മൂവി അതും ഉണ്ടാവും. അത് ഓൾറെഡി ഇതിന് മുന്നേ അതിനെ കുറിച്ചൊരു ചർച്ച വന്നിട്ടുള്ളത്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് മമ്മൂട്ടി മൂവി അത് ഓൾറെഡി അതുണ്ടെന്ന് അറിയാം.
അതിലെ ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്തതാണ്. ക്യൂബ്സ് മറ്റേ പ്രണവ് മോഹൻലാൽ സിനിമേനെ എനിക്ക് തോന്നുന്നില്ല അതില്ല, അത് എത്തിയിട്ടുണ്ടാവൂല. പിന്നെ അതേപോലെ തന്നെ ജൂഡും ലാലേട്ടന്റെ മൂവി, പിന്നെ നിവിൻ പോളി അവിബിൻ ദാസ് മൂവി, ഇങ്ങനെ കുറച്ച് സാധനങ്ങള് പക്കയാ എന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ മറ്റേ ഇതും വന്നിട്ടുണ്ടാവില്ല, അൽഫോൺസ് പുത്രൻ നിവിൻ പോളി മൂവിന്റെ ജോണർ ഏതാണെന്നുള്ളത്. അത് ശരിയാണ്. ഓക്കെ, എന്തായാലും പടം ഉണ്ടെന്ന് അറിയാം, അത് ഏത് രീതിയിലുള്ളതാണെന്നുള്ള അറിയണ്ടാവില്ല. ഓക്കെ, എന്താണെങ്കിലും സെറ്റായിട്ട് വരട്ടെ എല്ലാം. എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.